നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കീഴടങ്ങലിന്റെ കഥാശേഷം. കതിരൂർ മനോജ് വധക്കേസിൽ കീഴടങ്ങിയ ജയരാജൻ വിദഗ്ധ ചികിത്സ വേണമെന്ന മെഡിക്കൽ റിപ്പോർട്ടിനെ തുടർന്ന് വീണ്ടും പരിയാരം ആശുപത്രിയിൽ. ഒരു മാസത്തെ റിമാൻഡിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ച ജയരാജനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ വൈകിട്ടോടെ. അതേസമയം കേസിൽ 25ാം പ്രതിയായ ജയരാജനെ ചോദ്യം ചെയ്യാൻ 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവുമായി CBI കോടതിയിൽ. മനോജ് വധക്കേസിന് പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രവും മുഖ്യ ആസൂത്രകനും ജയരാജനെന്ന് അന്വേഷണ സംഘം. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പരമാവധി സംയമനം പാലിക്കാനുള്ള തീരുമാനത്തിൽ CPM. ജയരാജനുമേൽ UAPA ചുമത്തിയതിന് പിന്നിൽ RSS ഗൂഢാലോചനയെന്ന് ആരോപണം. കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ പാർട്ടി തീരുമാനം. വാദവും വസ്തുതയും. പാകിസ്ഥാന് ആധുനിക യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തിൽ കടുത്ത എതിർപ്പുമായി ഇന്ത്യ. അമേരിക്കൻ സ്ഥാനപതിയെ വിളിപ്പിച്ച് പ്രതിഷേധം അറിയിച്ച വിദേശകാര്യ മന്ത്രാലയം US തീരുമാനം നിരാശാജനകമെന്ന് പ്രതികരിച്ചു. പാകിസ്ഥാന് F-16 യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ച് അമേരിക്ക. പ്രതിരോധ രംഗത്തെ സഹകരണം ഭീകരവാദം ചെറുക്കാൻ എന്ന് വിശദീകരണം. എന്നാൽ അമേരിക്കയുടെ ഈ നിലപാടിനോട് യോജിക്കാനാവില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് സൈന്യത്തിന്റെയും ചാരസംഘടനയുടെയും പങ്ക് വെളിപ്പെടുത്തിക്കൊണ്ട് US പാകിസ്ഥാൻ ഭീകരൻ ഡേവിഡ് ഹെഡ്ലി നിർണായക മൊഴി നൽകിയത് കഴിഞ്ഞ ദിവസം. ഹെഡ്ലിയുടെ മൊഴികൾ പാകിസ്ഥാന് തെളിവായി നൽകാൻ ഇന്ത്യയുടെ തീരുമാനം. ചാണ്ടിയുടെ ചെപ്പടി വിദ്യ. UDF സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് ബഡ്ജറ്റിനെതിരെ രൂക്ഷ പ്രതിഷേധവുമായി പ്രതിപക്ഷം. ഉമ്മൻചാണ്ടിയുടേത് വോട്ട് തട്ടാനുള്ള ചെപ്പടി വിധിയെന്ന് പരിഹാസം. വിഭവസമാഹരണത്തിന് വഴി കാണാതെയുള്ള പ്രഖ്യാപനങ്ങൾ പൊള്ളത്തരമെന്ന ആരോപണമുയർത്തി വാണിജ്യ വ്യവസായ ലോകവും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ശേഷിക്കെ UDF സർക്കാർ അവതരിപ്പിച്ച ക്ഷേമ ബഡ്ജറ്റിൽ കണക്കാക്കാവുന്ന കമ്മി 9897.45 കോടി. 112 കോടിയുടെ മാത്രം അധിക വിഭവ സമാഹരണം ലക്ഷ്യമിടുന്ന ബഡ്ജറ്റിൽ പുതിയ നികുതി നിർദ്ദേശങ്ങളുമില്ല. കാർഷിക അടിസ്ഥാന സൗകര്യ ക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയ ബഡ്ജറ്റിൽ ആകെ 330.45 കോടിയുടെ നികുതി ഇളവുകൾ. ഏറ്റവും അധികം കയ്യടി നേടുന്നത് BPL വിഭാഗക്കാർക്ക് റേഷൻ അരി സൗജന്യമാക്കാനുള്ള തീരുമാനം. പ്രതീക്ഷ തുറക്കുന്ന സൗഹൃദം. ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾക്ക് പുതിയ തൊഴിൽ മേഖലകളിലേക്ക് പ്രതീക്ഷയുടെ വാതിൽ തുറന്ന് ഇന്ത്യ UAE സഹകരണ കരാർ. അടിസ്ഥാന സൗകര്യ വികസനം, പാരമ്പര്യേതര ഊർജ്ജം, റെയിൽവേ, ബഹിരാകാശം തുടങ്ങി സുപ്രധാന മേഖലകളിൽ സഹകരണം. ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒപ്പുവച്ചത് 16 നിർണായക കരാറുകളിൽ. എണ്ണ പ്രതിസന്ധിയിൽ തൊഴിൽ നഷ്ട ഭീഷണി നേരിടുന്ന പ്രവാസി കേരളീയർക്ക് പുതിയ സഹകരണ കരാറുകളിൽ പ്രതീക്ഷ. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ സഹകരണം ഗൾഫ് മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് മലയാളികൾക്ക് ഗുണകരമാകുമെന്ന് വിലയിരുത്തൽ. കരാറുകൾക്ക് വഴിയൊരുക്കിയതിനു പിന്നിൽ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചകൾ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അൽ നഹ്യാൻ മടങ്ങിയത് ഇന്നലെ വൈകിട്ട്. ഭിന്നതയിൽ രമ്യത തേടി. പാശ്ചാത്യ പൗരസ്ത്യ ക്രിസ്ത്യൻ സഭകളിലെ ഭിന്നതയ്ക്ക് പരിഹാരം തേടി ഫ്രാൻസിസ് മാർപ്പാപ്പ ക്യൂബയിൽ. റഷ്യൻ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ കിറിൽ പാത്രിയാർക്കീസുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ച പശ്ചിമേഷ്യയിലെ ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനത്തിന് അറുതി വരുത്താനുള്ള സംയുക്ത ശ്രമം സംബന്ധിച്ച്. ചരിത്രപ്രധാന കൂടിക്കാഴ്ചയ്ക്ക് മാർപ്പാപ്പ ഹവാനയിലെത്തിയത് ഒരാഴ്ച നീളുന്ന മെക്സിക്കോ സന്ദർശനത്തിനുള്ള യാത്രാമധ്യേ. 1050-ലെ ക്രിസ്ത്യൻ സഭാ പിളർപ്പിന് ശേഷം ഒരു മാർപ്പാപ്പയും റഷ്യൻ പാത്രിയാർക്കീസും ചർച്ചയ്ക്കിരിക്കുന്നത് ഇതാദ്യം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.